പണ്ട് എൻ്റെ ബർത്ത്ഡേയുടെ അന്ന് മെഴുകുതിരി നാളത്തിനപ്പുറം അപ്പുറം ഇരുന്നപ്പോൾ സുഷമ പറയേണ്ടതായിരുന്നു ഇഷ്ടം. എത്ര നാളാ നമുക്ക് നഷ്ടമായത്. സച്ചുനപ്പ എന്നോട് അങ്ങനെ ഒന്നുമില്ലായിരുന്നോ? എന്തോ ഞാൻ തിരിച്ചറിഞ്ഞിട്ടില്ലായിരുന്നു. ആർക്കോ വേണ്ടി കൊരുത്തു വെച്ചൊരു മാല്യമാണല്ലോ എന്നോർത്ത് ആ ചിന്തകളിൽ നിന്നും സ്വയം ഒളിച്ചോടിയതാവാം ഞാൻ. സത്യമാണോ സച്ചു? സച്ചുനപ്പ ഒന്നുമില്ലായിരുന്നു എന്നോട്? ഇല്ലായിരുന്നു. ഇപ്പോഴോ? ഇപ്പൊ ഒരുപാട് എന്തൊക്കെയുണ്ട്. സുഷമ വിചാരിക്കുന്നതിനേക്കാളേറെ, വളരെയേറെ. സച്ചുവിന്റെ പെരുമാറ്റത്തിൽ നിന്നും സച്ചുൻ എന്നോട് എന്തോ ഉണ്ടെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒന്നുമില്ലാതിരുന്ന ഒരാളെ ഞാൻ വലിഞ്ഞു കയറി ഇങ്ങോട്ട് എടുത്തോന്ന് ഓർക്കുമ്പോ ഒരു വിഷമം. അതുകൊണ്ട് ഇപ്പോഴെന്താ തിരികെ പറഞ്ഞുകൊണ്ടോന്ന് തോന്നുന്നുണ്ടോ? ഞാൻ പോയേക്കാം. ഞാൻ വിട്ടിട്ട് വേണ്ടേ പോവാൻ? സുഷമ കിടന്ന് ഉറങ്ങിക്കോളൂ, ഞാൻ പുറത്ത് കാണും. കുറച്ചു നേരം കൂടി വർത്താനൊക്കെ പറഞ്ഞിട്ട് പോയാ പോരെ സച്ചു? ആ മതി. രാവിലെ ആ പച്ചക്കുതിരയെ കാണിച്ചിട്ട് സച്ചു എന്താ പറയാൻ പോയേ? ഞാനെന്ത് പറഞ്ഞു? വൃശ്ചിക മഞ്ഞുള്ള വൃശ്ചിക മഞ്ഞുള്ള സുന്ദരമായ ഒരു തണുത്ത വെളുപ്പാങ്കാലത്ത് തറവാട്ടിലെ കോലായിലിരിക്കുമ്പോൾ ഒരു പച്ചക്കുതിര എൻ്റെ ദേഹത്ത് വന്നിരുന്നു. അപ്പോൾ അതുവഴി വന്ന് അച്ഛമ്മ പറഞ്ഞു, പച്ചക്കുതിരകൾ രാത്രിയിലേ വരുമെന്ന്. ഇനിയൊരു പകൽ കൂടെ അത് നിന്റെ ദേഹത്ത് വന്നിരുന്നാൽ നിന്റെ കല്യാണമായെന്ന് ഉറപ്പിച്ചോന്നും അച്ഛമ്മ പറഞ്ഞു. ഇന്നതെന്റെ ദേഹത്ത് വന്നിരുന്നു. ഇനി ഉടനെ കാണും കല്യാണം. സച്ചു എന്നോട് എന്തെങ്കിലും നുണ പറയുന്നുണ്ടോ? എന്താ അങ്ങനെ ചോദിച്ചത്? സച്ചുവിന് എന്തോ ഒരു മാറ്റം, വല്ലാത്തൊരു മാറ്റം. ഒന്നുമില്ല, സുഷ്മിക്ക് തോന്നുന്നതാ. ആ ഒപ്പിടലും സുഷ്മയുടെ പ്രഖ്യാപനവും ഗോപി വക്കീൽ എന്നോടുള്ള വാദമൊക്കെ ആയപ്പോ എനിക്ക് എന്തോ പോലായി. ആ ഷോക്കിൽ നിന്ന് ഞാൻ ഇപ്പോഴും ശരിയായിട്ടില്ല. അതുകൊണ്ടാ. സുഷ്മ ഉറങ്ങിക്കോളൂ, നമുക്ക് നാളെ സംസാരിക്കാം. ഞാൻ സച്ചുവാ, സച്ചിൻ മാധവൻ. സുഷമ അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും മുൻപിൽ സമർപ്പിക്കപ്പെട്ടിരിക്കും, സുരക്ഷിതയായി, പരിശുദ്ധയായി. എൻ്റെ ഉള്ളിൽ നിന്നും പറയുകയാണ് അമ്മയത്. ഞാൻ തിരിച്ചേൽപ്പിച്ചിരിക്കും. അമ്മ വിഷമിക്കരുത് ഒട്ടും. സുഷമ കിഷോറിന്റെ വധുവാകും. അത് കാണാൻ സുഷമയുടെ അച്ഛനും ഉണ്ടാകും. സുഷമ പോലും അറിയാതെ തന്ത്രപൂർവ്വം യാത്ര പറയാനുള്ളൊരു സമയം, അത് മാത്രമേ ഞാൻ യാചിക്കുന്നുള്ളൂ. വെക്കുക ഞാൻ. മതി സച്ചു, ഇനി ഇതിനെ തള്ളയുടെ അടുത്ത് വിട്ടേക്കാം. ഈ കുട്ടിയെ അതിന്റെ തള്ളയുടെ അരികിൽ എത്തിക്കാൻ എന്തൊരു ഉത്സാഹമായിരുന്നു സുഷ്മയ്ക്ക്. ആ സുഷ്മയെ ഞാനെന്നാ അമ്മയുടെ കൈ തിരികെ ഏൽപ്പിക്കുക. ഗോപി വക്കീല് പറഞ്ഞില്ലേ സുഷ്മയുടെ അച്ഛനും അമ്മയും പിരിയാതിരുന്നത് സുഷ്മയോടുള്ള ഇഷ്ടം കൊണ്ടാണെന്ന്. അപ്പൊ എനിക്ക് എന്ത് തോന്നിയെന്നറിയോ? എന്ത് തോന്നി? അച്ഛൻ അമ്മ എന്ന സ്നേഹബന്ധങ്ങളുടെ മഹാസിന്ധു ലാളിച്ചു വളർത്തുന്ന ഒരു ദേവമത്സ്യമാണ് സുഷമയെന്ന്. ഓ, എന്നിട്ടാണോ ഇത്രയും കാലം അവരെന്നെ അന്വേഷിക്കാതിരുന്നത്? മോളെ തിരികെ വായെന്നൊരു വരി പത്രത്തിൽ കൊടുക്കുമായിരുന്നല്ലോ അവർക്ക്. അവര് വരും. നെഞ്ചും കൂട് നിറയെ സ്നേഹവുമായി അവര് വന്ന് വിളിക്കും. വിളിക്കുമ്പോ സുഷമ പോയേ പറ്റൂ. അപ്പൊ സച്ചുവോ? ഞാൻ പിന്നെ ഈ കാറ്റത്ത് പറന്ന് നടക്കുന്നൊരു ബലൂൺ. സച്ചു, ഇന്നലെ ചോദിച്ച കാര്യം ഞാൻ ഒരിക്കൽ കൂടി ചോദിക്കാണ്. സച്ചുൻ എന്താ ഈ മാറ്റം? പറ, തുറന്നു പറ. എനിക്കൊരു സംശയം. ഞാനിപ്പോ കാണിക്കുന്ന ഈ സ്നേഹം അതൊരു കളവാണോ എന്ന്. സംശയമല്ല, സത്യം. എൻ്റെ ഈ സ്നേഹം അതൊരു നുണയാണ്.
എനിക്ക് അപ്രാപ്യമായ എങ്ങോ, എന്റെ കൈയെത്തുന്ന ദൂരത്തിനപ്പുറം എങ്ങോ നിൽക്കുകയാണ് സുഷമ. എങ്ങനെ സ്നേഹിക്കാനാ? സച്ചു, എനിക്കൊരു കാര്യം അറിയണം. എന്റെ മുഖത്ത് നോക്കി സത്യമേ പറയാവൂ. സച്ചു ഒരിക്കലും എന്നെ സ്നേഹിച്ചിട്ടേ ഇല്ല. ഇല്ല. സത്യം? സത്യം. ഇപ്പോഴും സ്നേഹിക്കുന്നില്ല? ശ്രമിക്കുകയാണ്. സുഷ്മയുടെ സ്നേഹത്തിന് പകരം തരാൻ ശ്രമിക്കുകയാണ് ഞാൻ. ആ ഔദാര്യം എനിക്ക് വേണ്ട സച്ചു. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറഞ്ഞോളൂ, ഞാൻ മാറി തന്നോളാം. പറ സച്ചു. സുഷമ മാറണ്ട, ഞാൻ മാറിക്കോളാം. എന്താ ഇങ്ങനെ? സച്ചുന് ഇത് എന്ത് സംഭവിച്ചു? ഒരുപാട് എന്തൊക്കെയോ എനിക്ക് തന്നിട്ട് ഒറ്റയടിക്ക് അതൊക്കെ തിരിച്ചെടുത്തേ പറ്റൂ. ഈ കടലാസ് ഞാൻ കീറിയെടുക്കുമ്പോ ഗോപി വക്കീൽ എന്നോട് എന്താ പറഞ്ഞെന്നറിയോ? ഞാൻ കീറിയെടുക്കുന്നത് സുഷ്മയുടെ അച്ഛന്റെ അമ്മയുടെയും ജീവിതമാണ്. സുഷ്മ സ്നേഹിക്കുന്ന അച്ഛനെയും അമ്മയും ഇനി സുഷ്മയ്ക്ക് തിരികെ നൽകേണ്ടത് ഞാനാണ്, ഞാൻ മാത്രം. അതുപോലെ സുഷ്മയെ അവർക്ക് തിരികെ ഏൽപ്പിക്കാൻ എനിക്കേ പറ്റൂ, എനിക്ക് മാത്രം. സച്ചു, സച്ചുന് എന്നെ ഇഷ്ടമല്ലെങ്കിൽ അത് തുറന്നു പറഞ്ഞു മതിയാക്കിക്കോളൂ. എന്റെ അച്ഛന്റെ അമ്മയുടെയും കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. അതൊന്നും സച്ചു അറിയേണ്ട കാര്യമില്ല. സച്ചു പറയണതൊക്കെ നുണയാ, എനിക്കറിയാം. ഒന്നും ഞാൻ വിശ്വസിക്കില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉള്ളു തുറന്ന് പറയൂ സച്ചു. എന്റെ ഉള്ള മുഴുവൻ ഞാൻ അടച്ചുപൂട്ടി വെച്ചിരിക്കുക. തുറക്കാൻ വയ്യ, തുറക്കാൻ മനസ്സില്ല. എന്തിനാ സച്ചു നമ്മളിങ്ങനെ? എന്ത് വേണേലും എങ്ങനെ വേണേലും നമുക്ക് തീരുമാനിക്കാലോ. സച്ചുനെ സങ്കടപ്പെടുത്തുന്നത് എന്താ? എന്നോട് പറ. ത്യാഗത്തിന്റെ വഴിയിലൂടെ സ്നേഹത്തിന് സഞ്ചാരമുള്ളൂ. എനിക്ക് സുഷ്മയോട് സ്നേഹമുണ്ടെങ്കിൽ ഞാൻ സുഷ്മയെ ത്യജിച്ചേ പറ്റൂ. നമ്മൾ സുഹൃത്തുക്കളായിരുന്നു. എനിക്കിനി തിരികെ പോണം ആ പഴയ സൗഹൃദത്തിലേക്ക്, കിഷോറിന്റെ ഭാര്യ ആകുന്നവരെ. അല്ല, അത് കഴിഞ്ഞും എന്റെ സുഹൃത്തായിരിക്കാന്ന് വാക്ക് തന്നാൽ ഞാൻ സുഷ്മയോടൊരു കാര്യം പറയാം. ആരോടും സുഷ്മ പറയാൻ പാടില്ലാത്തൊരു കാര്യം. ശരി, ആയിക്കോട്ടെ. ഒക്കെ സച്ചുന്റെ ഇഷ്ടം. ഞാൻ വാക്ക് തരുന്നു. പറ, എന്താ ഈ ഉള്ളിൽ കൊഴിച്ചു മൂടി വെച്ചിരിക്കുന്നത്? സുഷ്മയുടെ അച്ഛന് സുഖമില്ല. He is dying. 5 മാസം. ഇനി 5 മാസം കൂടിയുള്ളൂ ജീവിതം. സച്ചു, no. No, സച്ചു. സച്ചു, please. സച്ചു, അറിയുന്നത് മുഴുവൻ പറ സച്ചു. കേക്കണം, എനിക്കൊക്കെ കേക്കണം. പറയാം, എല്ലാം ഞാൻ പറയാം. ഹലോ ഹരി, ആ ഗോപിനാഥ് വക്കീല് പറഞ്ഞത് നേരാ. ഇന്ന് വെളുപ്പിനെ അവൻ വിളിച്ചിരുന്നു. സച്ചു, എന്റെ മോളെ തിരികെ ഏൽപ്പിക്കാമെന്നവൻ വാക്ക് തന്നു. ചേച്ചി, ഞാൻ എന്താ ഹരി? ഞാൻ വരാം അങ്ങോട്ട്. ഇതെവിടെ പോയി കിടക്ക ഇവര്? ഇതുവരെ കണ്ടില്ലല്ലോ. സച്ചോ, എല്ലാം പറഞ്ഞത് നന്നായി, ഞാൻ കേട്ടതും നന്നായി. ഇനി എന്നെ എന്റെ അമ്മയുടെ കയ്യിൽ തിരിച്ചേൽപ്പിച്ചേക്ക് സച്ചു. സച്ചു തന്നെ അത് ചെയ്യണം. അതാ എന്റെ ആശ. ഞാൻ അമ്മയെ വിളിച്ച് പറഞ്ഞായിരുന്നു തിരിച്ചേൽപ്പിക്കുമെന്ന്. ഓ, ഈ സച്ചുനെ ഞാൻ മറക്കില്ല, എന്റെ മരണം വരെ. പോകാം, സഹിക്കാനുള്ള കരുത്തുണ്ടാവണം. എന്തും ഏതും. വാക്ക് മറക്കണ്ട. സുഷമ ഇതറിഞ്ഞ വിവരം
ആരും അറിയരുത്. ആരും. ഇല്ല. ഞങ്ങൾ തമ്മിൽ പ്രേമമാണെന്ന് സുഷ്മി ഒരിക്കൽ അമ്മയോട് പറഞ്ഞു. അതൊരു കളവായിരുന്നു. അതേ കളവ് തന്നെ ഗോപി വക്കീലിനോടും പറഞ്ഞു. എല്ലാം ഒരു തമാശയ്ക്ക്. ഇനി ഇന്നാ ഞാൻ തിരിച്ചേൽപ്പിച്ചിരിക്കുന്നു. ഞാനൊന്നും പറഞ്ഞിട്ടില്ല അമ്മേ. സുഷമയൊന്നും അറിഞ്ഞിട്ടുമില്ല. അമ്മ സന്തോഷമായി പോയിട്ടുവാ. എപ്പോഴും എന്നെ തോൽപ്പിക്കണ അമ്മയ്ക്കല്ലേ? തോറ്റിരിക്കുന്നു. വാ. വരട്ടെ. എന്താടാ ഇതൊക്കെ? എന്താ സച്ചു ഇത്? പോയി. അങ്ങനെ അവള് പോയി. അതി പിന്നെ സുഷമയെ കണ്ടിട്ടില്ല? ഇല്ല. കിഷോറിന് വേണ്ടി വിട്ടുകൊടുത്തതല്ലേ, പിന്നെയും കാമുകിന്നും പറഞ്ഞ് സമ്മാനമായിട്ട് പോകുന്നെന്താ? 3 ദിവസം മുമ്പ് എനിക്കൊരു എഴുത്ത് വന്നു. വായിക്കാം. പ്രിയപ്പെട്ട സച്ചുവിന്, അച്ഛൻ കഴിഞ്ഞ ആഴ്ച എത്തി. സച്ചുവിനെ കണ്ടാക്കൊള്ളാമെന്നുണ്ട് അച്ഛന്. പിന്നെ നവംബർ 22-ന് പകൽ 12:30 മുഹൂർത്തത്തിൽ കുമരകം ലേക്ക് റിസോർട്ടിൽ വെച്ച് എൻ്റെ കല്യാണോ. സച്ചു വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സ്വന്തം സുഷമ. ഇന്നാണ് ആ കല്യാണം. സുഷമയ്ക്ക് കൊടുക്കാനുള്ള വിവാഹ സമ്മാനമാണിത്. എന്താ ഇതിനകത്ത്? 2-3 ഉടയാത്ത ക്രിസ്റ്റൽ ഡോളുകൾ. പ്രണയ സമ്മാനമായി കൊടുക്കാൻ ആഗ്രഹിച്ചത് വിവാഹ സമ്മാനമായി കൊടുക്കുന്നു. ഇത് കൊടുക്കും മുമ്പ് എനിക്ക് അവളോടൊരു കാര്യം പറയണം. എന്ത്? എത്ര അടുത്തടുത്ത് ചോദിച്ചിട്ടും ഞാൻ അവളെ സ്നേഹിച്ചില്ല എന്നൊരു കളവ് പറഞ്ഞില്ലേ, അത് തിരുത്തണം. സ്നേഹിച്ചിരുന്നു എന്ന് സത്യം വെളിപ്പെടുത്തണം. കല്യാണം കഴിഞ്ഞ പെണ്ണിനോടോ? എന്നിട്ട് ആ ഉടഞ്ഞ ഡോൾ അയച്ചു കൊടുത്തത് ഞാനായിരുന്നു എന്ന സത്യവും പറയണം. വേണ്ട സച്ചു, എന്തിനാ ആ പാവത്തിനെ വേദനിപ്പിക്കണേ? അതൊരു സുഖമുള്ള വേദനയല്ലേ? ഞങ്ങൾക്ക് 2 പേർക്കും നോവുന്ന സുഖമുള്ള ഒരു തരം വേദന. അത് കേൾക്കുമ്പോ സുഷമ എന്ത് പറയുന്ന? ഈ കൂട്ടുകാരനൊരു കള്ളനായിരുന്നുവെന്ന് കിഷോറിനോട് പറഞ്ഞ് ചിരിക്കും. വേണ്ടപ്പാ, നിങ്ങൾ രണ്ടുപേരെയും ആ കിഷോർ തെറ്റിദ്ധരിക്കില്ലേ? ഇല്ല, കിഷോർ ആനന്ദിക്കും. കളങ്കമില്ലാത്ത കള്ളമില്ലാത്ത ഞങ്ങളുടെ സൗഹൃദം കണ്ട് കിഷോർ ആനന്ദിക്കും. ഇതൊക്കെ വെറുതെ പറയുക. ഇയാളെ കൊണ്ട് അവിടെ വെച്ചാവൊന്നും പറയാൻ പറ്റില്ല. പറ്റും, പറ്റണം. ദേ, കല്യാണം നടക്കുന്ന ഹോട്ടലിലേക്ക് ബോട്ട് എടുക്കുക. സച്ചു, ഞാനും വന്നോട്ടെ? എനിക്ക് സുഷമയൊന്ന് കാണാലോ. വന്നോളൂ. അങ്ങനെയാണേല് ഞാനും വരിക. ആ, എന്നാ ഈ കുസുമത്തിയും കൂടെ വന്നോട്ടെ? വന്നോളൂ.
എന്നാ പിന്നെ നമുക്ക് എല്ലാ കുസുമത്തുകൾക്കും കൂടെ അങ്ങോട്ട് ചെല്ലാം. ശരിയാ, ഇയാൾ അത് പറയുന്നതും ആ കുട്ടി അത് കേൾക്കുന്നതും നമുക്കൊന്ന് കാണാലോ. വാ വാ വാ. ആ എത്തി. എന്താടാ ഇത്? താലിയിട്ട് കഴിഞ്ഞു എന്ന് അറിഞ്ഞ? ആണോ? നന്നായി. കെട്ടുകഴിഞ്ഞൊരു മുഹൂർത്തമായിരുന്നു എനിക്ക് വേണ്ടത്. ആ ഇവരാണ് കുസുമത്തികൾ. ആ ഇവരൊക്കെ ആരാ? ഞങ്ങളൊക്കെ വേറെ കുസുമത്തുകൾ. വാ വാ വാ. കിഷോർ, ആ പ്ലീസ് കം. 1 സെക്കൻഡ്. നമ്മുടെ മുഖ്യാതിഥി വരുന്നുണ്ട്, സച്ചു. ദേ. ഹായ് സച്ചു, ഐ എം കിഷോർ. ഓ കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു. പ്ലീസ് കം. വരൂ വരൂ. ഇതാ സുഷമയുടെ അച്ഛൻ. ഹായ് സച്ചു. ഹലോ സർ. ഞാനിവിടെ ഉണ്ട് കേട്ടോ. ആ